ഹലോ, ഇന്നൊരു ഗാർഡൻ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് ഞങ്ങളുടെ ഗാർഡനിലുള്ള വഴുതണി ചെടികളുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. UAE-യിൽ സമ്മർ സീസൺ ആകുമ്പോൾ മിക്ക ചെടികളുമൊക്കെ ഉണങ്ങിപ്പോവാറുണ്ട്. ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ വഴുതണി ചെടികളാണ് കേട്ടോ. ഇതുവരെ ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല. നല്ലതുപോലെ കെയർ ചെയ്യുകയാണെങ്കിൽ ചെടികളൊക്കെ എത്ര ചൂടായാലും കുറേയൊക്കെ നിൽക്കും. വഴുതണി ചെടികളൊക്കെ 1-2 വർഷമൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ വഴുതണിങ്ങ കിട്ടുകയും ചെയ്യും. സമ്മർ ആകുമ്പോൾ ചെടികളൊക്കെ കുറേ ഉണങ്ങിപ്പോവാറുണ്ട്. ഈ സമയത്ത് നമ്മളതിനെ കെയർ ചെയ്യാതിരിക്കരുത്. കുറച്ച് വെള്ളവും അതുപോലെ തന്നെ വളമൊക്കെ കൊടുത്ത് ഡെയിലി നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ചെടികൾ ഒരിക്കലും അത് ഉണങ്ങി നശിച്ചു പോവില്ല. എൻ്റെ ഇവിടെയുള്ള വഴുതണി ചെടികളും കുറേയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന സമയത്ത് ഈ ഉണങ്ങിയ ആ ഒരു കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ചെടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുതിയ പുതിയ ചെടികൾ മുളച്ച് വരാറുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒത്തിരി ബ്രാഞ്ചസ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ ചെടികൾ ഇതിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഈ ചെടിയുടെ താഴെ നിന്നുമൊക്കെ ഇങ്ങനെ പിടിച്ച് വരാറുണ്ട്. ഇങ്ങനെ വരുന്ന ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അത് വേഗം പൂവിടും കേട്ടോ. ഒത്തിരി വഴുതണിങ്ങ പിടിക്കുകയും ചെയ്യും. ഞാനിവിടെ ഓരോ മാസം ഇടവിട്ട് വഴുതണി ചെടിയൊക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്ന വളം കൗഡങ്ങാണ് കേട്ടോ. പിന്നെ വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും പിന്നെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന കഞ്ഞിയുടെ വെള്ളം 1-2 ദിവസം ആകുമ്പോൾ നന്നായിട്ട് പുളിക്കും. ആ വെള്ളം ഞാനിവിടെ ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. കഞ്ഞിവെള്ളം നമ്മൾ ചെടിയൊക്കെ ഏതൊരു ചെടിക്കും കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ സൈഡ് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന വഴുതണിങ്ങയാണ്. അതിൻ്റെ സൈഡിലോട്ടൊക്കെ ഒത്തിരി പുതിയ ചെടികൾ മുളച്ച് വന്നിട്ടുണ്ട്. ഇതിലുള്ള ഉണങ്ങിയ കമ്പുകളൊക്കെ നമുക്ക് ഇതുപോലെ ഒടിച്ചു കൊടുക്കാം കേട്ടോ. പുതിയതായിട്ട് മുളച്ച് വന്നേക്കുന്ന ചെടികളിലൊക്കെ ഒത്തിരി പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും അതിന് കെയർ ചെയ്യാതിരിക്കരുത്. കട്ട് ചെയ്ത് കൊടുക്കണം സൈഡൊക്കെ. ഇതിപ്പോൾ വഴുതണി മാത്രമല്ല, മുളകായാലും വേറെ ഏത് ചെടിയായാലും കുറച്ച് വലിയ മാവായാൽ തന്നെ നമ്മൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വളരാതെ നിൽക്കുകയാണെങ്കിൽ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്ന് ഒത്തിരി ബ്രാഞ്ചസുകൾ വരും കേട്ടോ നമ്മൾ കട്ട് ചെയ്ത പോർഷനിൽ നിന്ന്. ഇവിടെ എനിക്ക് കൂടുതലായിട്ടുള്ളത് ഗ്രീൻ കളർ വഴുതണിങ്ങയാണ് കേട്ടോ. പർപ്പിൾ കളർ വഴുതണിങ്ങ ആകെ ഒരു ചെടി മാത്രമേ ഉള്ളൂ. മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു.
ആദ്യം. ഇവിടെ എനിക്ക് 1-2 ആഴ്ച കൂടുമ്പോൾ ഇതുപോലെ വട്ടിയിൽ നിറച്ചും വഴുതനങ്ങ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.